ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. വൺ പ്ലസിൻ്റെ 13S ഒരു കോമ്പാക്റ്റ് ഫോൺ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈസൊക്കെ വെച്ച് ഇതൊരു കോമ്പാക്റ്റ് ഫോണാണെന്ന് പറയാം. അല്ലാത്ത രീതിയിൽ ഇതിൻ്റെ തിക്നെസ്സോ വെയിറ്റോ എല്ലാം കൊണ്ടും ഇതൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഡിസ്പ്ലേയുടെ സൈസ് ഓക്കെ 6.3 ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ പ്രൈസ് അതായത് 12GB 256GB ആണ് ബേസ് മോഡൽ. അതിൻ്റെ പ്രൈസ് 55,000 ആണ്. ഒരു 55,000 രൂപയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ്. പക്ഷേ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നമ്മൾ കാണുന്ന ഒട്ടുമിക്ക വേണ്ട ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു ഫോണിലില്ല. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫോണിൽ മിസ്സിങ് ആണ്. പക്ഷേ പ്രൈസ് 55,000 രൂപയുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുമെന്നുണ്ടെങ്കിൽ, നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ബേസ് മോഡൽ ഞാൻ നേരത്തെ പറഞ്ഞു 256GB ആണ്, 55,000 ആണ്. ഹയർ വേരിയൻറ്റ് 12GB 512GB ആണ്. അതിൻ്റെ പ്രൈസ് 60,000 രൂപയായിട്ടാണ് വരുന്നത്. 52,000 രൂപയുടെ ഫോണാണ്. ഡിസൈൻ വൈസ് ഇതാണ് ഡിസൈൻ. കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു ഡിസൈൻ വേറൊരു ബ്രാൻഡ് ഇറക്കുന്നുണ്ട്. അതായത് ഇത് കാണുമ്പോൾ തോന്നുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ 10 സീരീസ് എല്ലാവരും ഫോൾഡ് അവരുടെ എക്സാക്റ്റ് ക്യാമറ മൊഡ്യൂൾ എങ്ങനെയായിരിക്കും ആ ഒരു ടിപ്പിക്കലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെറുതായിട്ടൊന്ന് വ്യത്യാസപ്പെടുത്തിയ ഒരു ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി ഗൂഗിളിൻ്റെ പിക്സൽ സീരീസിലെ ഫോൺസ് ഡിസൈൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ നല്ലൊരു പ്രീമിയം ലുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ തരുന്നുണ്ട്. 3 കളേഴ്സിലാണ് വരുന്നത്. ഒരു ബ്ലാക്ക്, ഒരു ഗ്രീൻ, ഒരു പിങ്ക് വരുന്നുണ്ട്. 3 കളർ നൈസാണ്. ഗ്രീനൊക്കെ ഉഗ്രനാട്ടോ. നോർമലി അങ്ങനെ ഗ്രീൻ കളറൊന്നും അങ്ങനെ നല്ല രസമായിട്ട് വരാറില്ല. ഇത് നല്ല രസമുണ്ട്. മാറ്റ് ഫിനിഷ് ആയിട്ടാണ് വരുന്നത്. ബാക്ക് ഗ്ലാസ് ആണ്. ഏത് പ്രൊട്ടക്ഷൻ ആണെന്ന് നമ്മൾ എടുത്ത് പറയുന്നില്ല. പിന്നെ മെറ്റലിൻ്റെ ആണ് ഫ്രെയിമൊക്കെ വരുന്നത്. കൊള്ളാം, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ്. അപ്പം ആ രീതിയിലുള്ള ബിൽഡ് എന്തായാലും വേണം. പക്ഷേ ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ബാക്ക് ഗ്ലാസ് ഏതാണെന്നും എടുത്ത് പറയുന്നില്ല കേട്ടോ. വെയിറ്റ് ആണെങ്കിൽ 185 ഗ്രാം വെയിറ്റും വരുന്നുണ്ട്. 8.2 mm ആണ് തിക്നെസ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം വെയിറ്റ് കുറവാണ്, പക്ഷേ തിക്നെസ് അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഫോണിൽ വരുന്ന ബാറ്ററിയും വലുതാണ്. കോമ്പാക്റ്റ് ഫോൺ ഇറക്കുമ്പോൾ അങ്ങനെ ഇത്രയും വലിയ ബാറ്ററിയും വെച്ചുകൊണ്ട് ഇറക്കിയിട്ട് കോമ്പാക്റ്റ് ഫോണാണെന്ന് പറയുന്നതിൽ വലിയൊരു കാര്യമില്ല തോന്നുന്നു. കാരണം തിക്നെസ്സും കുറച്ചധികം കുറക്കായിരുന്നു. ഇത് അത്യാവശ്യം നല്ല തിക്നെസ്സൊക്കെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. പിന്നീട് ഇതിൽ വരുന്ന IP റേറ്റിംഗ് IP65-നാണ്. 68 69 ഒന്നും വരുന്നില്ല. 55,000 രൂപയുടെ ഫോണാണ്. ഇപ്പോൾ ഒരു 15,000 രൂപ തൊട്ട് തന്നെ ഈ IP69 എന്നൊക്കെ ഒരു ബേസിക് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ IP65 വെച്ചുകൊണ്ടാണ് ഈ ഒരു 2025 ഫോൺ 55,000 രൂപയ്ക്കൊക്കെ ഇറങ്ങുന്നത്. അതും ഒരു ഭയങ്കര വലിയൊരു മൈനസ് പോയിന്റ് ആണ്. പിന്നെ ഇതിൻ്റെ USB പോർട്ട് എന്ന് പറഞ്ഞാൽ 2.2 ആണ്, 3.2 ഒന്നും അല്ല വരുന്നത്. അതും ഒരു നോർമൽ പ്രൈസിൽ വരുന്ന ഫോണിൽ ടിപ്പിക്കലായിട്ട് കണ്ടുവരുന്ന USB പോർട്ടാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതും ഒരു മൈനസ് ആയിട്ടുള്ള കാര്യമാണ്. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.32 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ളൊരു 120 ഹെർട്സിൻ്റെ അമോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. LTPO പാനലാണ്. 1600 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനാണ് ഈ ഒരു 55,000 രൂപയുടെ ഫോണിൽ വരുന്നത്. അതും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത്രയും വില കൊടുക്കുന്നൊരു ഫോണിൽ പ്രൊട്ടക്ഷനൊക്കെ ഭയങ്കര അധികം വീക്ക് എന്നൊക്കെ പറയുമ്പോൾ തന്നെ സംഭവം പോയി. എന്തുവായി ഇതൊന്നും ഇല്ലടേ. ഇപ്പം ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഈ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൽ ഒന്നും ഇല്ലെങ്കിൽ ഒരു വിക്ടസ് പ്ലസ് എങ്കിലും മിനിമം കൊടുക്കാൻ നോക്കായിരുന്നു. അപ്പോൾ ആ കാര്യത്തിലും സംഭവം പോയിട്ടുണ്ട്. അപ്പം അതും ഒരു നല്ലൊരു മൈനസ് ആയിട്ടുള്ള കാര്യമാണ് പ്രൊട്ടക്ഷൻ എന്ന രീതി നോക്കുമ്പോൾ. പിന്നീട് ഫിംഗർ പ്രിൻറ്റ് അൾട്രാസോണിക് അല്ല, ഒപ്റ്റിക്കലായിട്ടുള്ള നോർമൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അതും ഒരു കുറവ് തന്നെയാണ്. 55,000 രൂപയുടെ ഫോണിൽ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്ന് പറയുന്നത് കുറവാണ്. അൾട്രാസോണിക് കൊടുക്കണം. അത് പിന്നെയും നമുക്ക് ഓക്കെ എന്ന് പറയാം. കാരണം 1,00,000 രൂപയുടെ ഓപ്പോയുടെ ഫോണിലൊക്കെ ഒപ്റ്റിക്കലും വെച്ചുകൊണ്ട് ഓപ്പോ ഇറക്കുമ്പോൾ ഇത് പിന്നെയും നമുക്ക് ഓക്കെ എന്ന് പറയാം. പിന്നീട് ഇതിൻ്റെ ക്യാമറയാണ്. 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. സെക്കൻഡറി ആയിട്ട് 50 MB 2x ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. അൾട്രാ വൈഡ് ക്യാമറ റിയറിൽ വരുന്നില്ല. സെൽഫി ക്യാമറ ആണെങ്കിൽ 32 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും റിയറിലാണെങ്കിലും 4K 16 FPS വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്യാമറ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെടുത്ത ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോ സാമ്പിൾസൊക്കെ നോക്കിയ സമയത്തും ഷോക്കാണ്. ഇത്രയും വിലയുള്ള ഫോണിൽ ഇത്രയും ദുരന്തം ക്യാമറ വൺ പ്ലസ് എന്താണെന്ന് അറിയില്ല, ഒരു ഇതുമില്ല. 55,000 രൂപയുടെ ഫോണിൽ കാണുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റിയും ഈ ഒരു ഫോണിൽ തരുന്നില്ല. പിന്നെ അൾട്രാ വൈഡ് ക്യാമറ വരുന്നില്ല. മിനിമം ഒരു 2x 3x ടെലിഫോട്ടോ എങ്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെയും ഒരു ബെറ്റർ സ്പെക്ക് ഉണ്ട് എന്ന് പറയാം. അല്ലാത്ത രീതിയിൽ ഇതിലെടുക്കുന്ന ഫോട്ടോസ് ഒന്നും
ഒരു ഗുണവുമില്ല കേട്ടോ. ഇത്രയും പൈസയുടെ ഫോണിൽ ഒരു ഗുണവുമില്ല. ഇനി അടുത്ത അപ്ഡേറ്റിലൊക്കെ വേണമെങ്കിൽ ശരിയാക്കും. എന്നാലും മെയിൻ ക്യാമറ മിസ്സിംഗ് ആണ്. അൾട്രാ വൈഡ് ക്യാമറയും വരുന്നില്ല. ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8 Elite ആണ് ചിപ്സെറ്റായിട്ട് വരുന്നത്. അറൗണ്ട് ഒരു 2.5 മില്യൺ ആൻഡ് സ്കോറൊക്കെ വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാം ടൈപ്പും വരുന്നുണ്ട്. UFS 4.0 ആണ് സ്റ്റോറേജ് ടൈപ്പായിട്ട് വരുന്നത്. പെർഫോമൻസ് അത്യാവശ്യം ഈ 50 എല്ലാ ഫോണിലും ഇത് തന്നെയാണ് കൊടുക്കാറ്. അതുകൊണ്ട് അതൊരു വലിയ സംഭവമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. എല്ലാവരും കൊടുക്കുന്ന സംഭവമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഗെയിമിംഗ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഗെയിമിംഗ് റിവ്യൂസൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇപ്പം BGMI പോലുള്ള എല്ലാ ഗെയിംസും 120 FPS കളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ്. അപ്പോൾ ആ രീതിയിലുള്ള പെർഫോമൻസും ഈ ഒരു ഫോണിന് എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ആയിട്ടാണ് വരുന്നത്. 4+6 ഇയേഴ്സ് വരെയുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. NFC സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് വലിയൊരു ഇഷ്യൂ ഒന്നും പറയാനില്ല. എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെർഫോമൻസ് വൈസ് കുഴപ്പം പറയാനില്ല. ഇനി ബാറ്ററി ആണെങ്കിൽ തന്നെ 5850 mAh ബാറ്ററിയും വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ആണ് വയേർഡ് ചാർജിങ് വരുന്നുണ്ട്. ബോക്സിൽ ചാർജറും കിട്ടുന്നുണ്ട്. പക്ഷേ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് വരുന്നില്ല. 55,000 രൂപയുടെ ഫോണിൽ വയർലെസ് ചാർജിങ് ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. ഇപ്പോൾ ഒരു 20,000 രൂപക്ക് മുകളിൽ 25,000 രൂപ റേഞ്ചിലെ ഫോണിൽ തന്നെ ഇപ്പോൾ ഇതൊരു കോമൺ ഫീച്ചറായിട്ട് വയർലെസ് ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വില കൊടുക്കുന്ന ഫോണിൽ വയർലെസ് ചാർജിങ് ഇല്ല എന്ന് പറയുന്നതും ഭയങ്കര പോരായ്മയാണ്. ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഫോൺ എന്തിനാണ് ഇറക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ആകെ ഡിസ്പ്ലേയുടെ സൈസ് 6.3 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് കുറച്ചിട്ട് ഇറക്കി എന്നല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല. കാര്യമായിട്ട് പറയാല്ല. നല്ല തിക്നെസ്സും അത്യാവശ്യം നല്ല വെയിറ്റും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു കോമ്പാക്റ്റ് ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയുടെ സൈസ് മാത്രം കുറഞ്ഞാൽ മാത്രം പോരാ, വെയിറ്റും തിക്നെസ്സും ഒക്കെ കുറയണം. അപ്പോൾ അതൊന്നും ഇവിടെ കുറഞ്ഞിട്ടില്ല. ആകെ ഡിസ്പ്ലേ സൈസ് 6.3 ഇഞ്ച് ആക്കിയെന്നേ ഉള്ളൂ. അൾട്രാ വൈഡ് ക്യാമറ വരുന്നില്ല. പിന്നെ പ്രൊട്ടക്ഷൻ ആണെങ്കിലും അതും ഷോകാണ്. IP റേറ്റിംഗ് ആണെങ്കിലും അതും ഷോകാണ്. USB പോർട്ട് 2.2 ആണ് വരുന്നത്. അങ്ങനെ പിന്നെ വയർലെസ് ചാർജിങ് വരുന്നില്ല. അങ്ങനെ എന്തൊക്കെയാണ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ വേണ്ട അങ്ങനത്തെ ഒരു സാധനം ഈ ഫോണിൽ വരുന്നില്ല. ആകെ നമുക്ക് എന്താ പറയുക 6.3 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Elite വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബാറ്ററി വരുന്നുണ്ട്. എന്നല്ലാതെ ഇതിന് വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും ഷോകാണ്. അപ്പോൾ നോക്കിക്കണ്ടൊക്കെ മാത്രം ഫോൺ എടുക്കുക. റിവ്യൂസൊക്കെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.